ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് ഫ്രൈ ആട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു വലുപ്പത്തിന് മുറിച്ചെടുത്തിട്ട് നമ്മളിത് ചെയ്യാൻ പോകണം. അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാട്ടോ. നമുക്കിത് കുക്കറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ടിരുന്നത് ഒരു ചെറിയ സ്പൂണിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, നിറച്ചില്ല കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ഗരം മസാല, പിന്നെ നന്നായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി. അപ്പം ഇതിലൊരുപാട് വെള്ളം വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ വെള്ളം പറ്റി വരുമ്പം അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇട്ട് കൊടുത്തേച്ചാൽ മതി. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ശകലം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേകാൻ എത്ര വിസിൽ വേണം, ഓരോ കുക്കറിനും ഓരോ വേവാണല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വേവിന് ഉള്ള വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം തീയും കൂടെ കത്തിച്ചേക്കാം. ഇതിന് വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം. ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വേകുന്നിടം വരെ വലിയ കഷ്ണമാക്കാണ് കിട്ടുന്നത്. അപ്പം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി വെന്തങ്ങ് അടുത്ത് പോകണ്ട, നമുക്കത് കട്ട് ചെയ്തെടുക്കാനുള്ള സാധനം. അപ്പോൾ അതനുസരിച്ചുള്ള വേവ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ വേകാൻ വെച്ച് ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും സ്റ്റോക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ, അത് കളയണ്ട. അപ്പം നമ്മുടെ ഈ ഇറച്ചി എടുത്തതിൻ്റെ ബാക്കി ഈ സ്റ്റോക്കിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് ചില്ലി ക്രഷ് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ 2 സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ശകലം മുളക് പൊടിയും, അല്പം ഗരം മസാല, 1 സ്പൂണ് നിറച്ച് പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഇടാം. ഉപ്പ് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉപ്പ് നമ്മൾ ഇട്ട് വേവിച്ചതിൻ്റെ സ്റ്റോക്കിൽ ഉപ്പുണ്ട്. അപ്പോൾ അത് മതിയാവും. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു 2 സ്പൂണിന് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇറച്ചി ഇങ്ങനെ ഇതുപോലെ ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിലിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് വറുക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം എണ്ണയിലേക്ക്.
ഇതുപോലെ എല്ലാം ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് നല്ല മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പം നമ്മളിത് എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ വറുത്തിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് കടയിലൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അതിനെ കഴിഞ്ഞും ടേസ്റ്റാണ്. അതുപോലെ കുറച്ച് സബോള ഇരിഞ്ഞതും നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കുബൂസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റി ഫ്രൈ ആണിത്, ബീഫ് ഫ്രൈ. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്താനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം. ഓക്കെ, ബൈ.